എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനി ഇപ്പോൾ ഇത്തിരി ആശ്വാസത്തിലാണ്. കാരണം നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടിയല്ലോ, നന്ദുവിൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടാവുകയാണെങ്കിൽ അത് അനി മാത്രമായിരിക്കുമെന്ന്. അതൊക്കെ ഓർത്ത് ഇങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശം നമ്മുടെ നയനയും കൂടെ വരുന്നത്. അന്നേരം അനിയുടെ ഇരിപ്പൊക്കെ കാണുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് സ്വപ്നം കാണുവാണോ എന്ന്. അന്നേരം ഒന്നും മിണ്ടില്ല, ഇങ്ങനെ ചിരിക്കുവേ. അന്നേരം നയന പറയുന്നുണ്ട്, സ്വപ്നം മാത്രമായിരിക്കില്ല, കവിത എഴുതാൻ അറിയാവുന്ന ആളല്ലേ, കവിത ആലോചിക്കുമായിരിക്കും എന്ന് പറയുമ്പം വെറും കവിതയല്ല, പ്രണയ കവിതകളായിരിക്കും എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അന്നേരം ഞാൻ അങ്ങനെ ചിന്തിച്ചെന്നോർത്ത് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് അനി പറയുവാണ്. ഇവരിങ്ങനെ പറയുമ്പം മുത്തശ്ശൻ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ സ്റ്റെയറിൽ നിന്ന് ഇവർ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അന്നേരം ആദർശ് അനിയോട് പറയുവാണ്, നിന്നെ അടിച്ച് സിയെ കാണാൻ വേണ്ടി ഞാൻ പോയായിരുന്നു. അയാളെ കണ്ട് ഞാൻ സംസാരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്നെ മര്യാദയ്ക്ക് ഇരുത്താൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നന്ദുവിൻ്റെ പുറകെ നീ കറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിച്ച് അകത്തിട്ടു, നിന്നെ മര്യാദ പഠിപ്പിച്ചോ എന്ന് ഞാൻ അയാളോട് പറയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, ഓ അങ്ങനെ ഒരു അനുവാദം കൂടി കൊടുത്തിട്ടാണോ ഏട്ടൻ വന്നത് എന്ന് അനി ചോദിക്കും. അന്നേരം ആദർശ് പറയും, പിന്നെ അല്ലാണ്ട് അവളുടെ വിവാഹം അയാളുമായിട്ട് ഉറപ്പിക്കാൻ പോവാണ്. ഇവൾക്കും ഇവളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ആ ബന്ധം ഇഷ്ടമാണ്. പിന്നെ അയാൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ പുറകെ നീ നടന്നാൽ അയാൾക്ക് ഇഷ്ടപ്പെടുവോ എന്ന് ചോദിക്കും. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പം അനി ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഇഷ്ടമാണോ എന്ന് നിങ്ങൾ ചോദിച്ചോ എന്ന് ചോദിക്കുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, അവൾക്കും പ്രശ്നമൊന്നുമില്ല എന്ന്. എന്നിട്ട് നയന അതിൻ്റെ കൂടെ ഒന്നുകൂടെ പറയുന്നുണ്ട്, അവൾ അനിയെ ഓർത്ത് മാത്രമാണ് ഒന്നും തുറന്നു പറയാത്തത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല എന്ന് പറയുമ്പം അനി ചോദിക്കുന്നുണ്ട്, അതിന് നന്ദുവിൻ്റെ മനസ്സ് എന്താണ് എന്ന് ഞാൻ ഏട്ടത്തിയോട് ചോദിച്ചില്ലല്ലോ എന്ന്. അന്നേരം ആദർശ് പറയുവാണ്, ഇനി നീ ഇതിങ്ങനെ ഒരു കാര്യമായിട്ട് അവളുടെ പുറകെ നടക്കണ്ട, ഒന്നും നടക്കാൻ പോകുന്നില്ല. ആ വിവാഹം ഞാനും നയനയും കൂടെ മുന്നിൽ നിന്ന് നടത്തും, അത് കാണാൻ ശേഷിയുണ്ടെങ്കിൽ മാത്രം നീ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുമ്പം അനി ഇങ്ങനെ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ കല്യാണം ഏതായാലും നടത്തും, അയാൾ ഒരു നല്ല മാന്യനായ വ്യക്തിയാണ്, ഞാൻ പോയി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുകയും ചെയ്തു, അതുകൊണ്ട് ആ വിവാഹമേ നടക്കുകയുള്ളൂ, നീ അതിൻ്റെ പുറകെ വെറുതെ നടക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, നിൻ്റെ കാരണത്തിൻ്റെ അയാൾ അടിച്ചതിന് ഞാൻ അയാളെ അപ്രീഷിയേറ്റ് ചെയ്തു, നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിനക്കത് കിട്ടിയത്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ട് പോകുന്നു. പോയി കഴിയുമ്പം അനി ചോദിക്കുന്നുണ്ട് നയനയോട്, ഇനി ഏട്ടത്തിക്കൊന്നും പറയാനില്ലേന്ന്. എല്ലാ പ്രാവശ്യവും ആദർശിൻ്റെ ഉപദേശം കഴിയുമ്പം നയനയുടെ വകെ ഉള്ളതാണല്ലോ. അന്നേരം നയന അനിയോട് പറയുവാണ്, എല്ലാവർക്കും ആ വിവാഹം ഇഷ്ടമാണ്, ഞങ്ങൾ ആ വിവാഹമേ നടത്തുള്ളൂ. പിന്നെ ഈ വീട്ടിൽ ഒരു ശല്യമായിട്ട് എല്ലാവർക്കും തലവേദനയായിട്ട് നിന്ന ആളാണ് അനാമിക, അവൾ ഈ വീട് ഉപേക്ഷിച്ച് പോയി. ഇനിയെങ്കിലും നന്ദുവിൻ്റെ പേരും പറഞ്ഞ് അനി ഓരോന്നുണ്ടാക്കി ഈ വീട്ടിലുള്ളവരെ ഇങ്ങനെ വേദനിപ്പിക്കാതിരുന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് നയനെ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇവരുടെ സംഭാഷണം കുറേ കേട്ടിട്ട് മുത്തശ്ശൻ അങ്ങ് കയറിപ്പോയായിരുന്നു കേട്ടോ. എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ അനി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, നന്ദുവിൻ്റെ മനസ്സെന്താണ് എന്ന് എനിക്കറിയാം, ഇനി ആ മനസ്സ് വേറെ രീതിയിലാണ് എന്ന് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നെ പിന്തിരിപ്പിക്കാൻ ചേട്ടത്തി നോക്കണ്ട എന്നിങ്ങനെ അനി മനസ്സിൽ ഓർക്കുന്നുമുണ്ട്. പിന്നീട് നമ്മുടെ CA ആണ് കാണിക്കുന്നത്. അയാൾ വൈകിട്ട് നന്ദുവിനെ വിളിക്കുവാണ്. നന്ദുവിനെ വിളിക്കുമ്പോഴെല്ലാം ഫോൺ എൻഗേജ്ഡ് ആണ്. അന്നേരം ആകെ ദേഷ്യം വരും അയാൾക്ക്. അപ്പോൾ അയാൾക്ക് ഫുഡ് മേടിച്ചുകൊണ്ട് അങ്ങോട്ടൊരു കോൺസ്റ്റബിൾ വരും. അന്നേരം അയാളോട് CA പറയുവാണ്, അതെ ഞാൻ നന്ദുവിനെ വിളിച്ചു നോക്കി, നന്ദുവിൻ്റെ ഫോൺ എൻഗേജ്ഡ് ആണ്, അവൾ ആരെയാണ് വിളിക്കുന്നത് എന്ന് എനിക്കൊന്ന് അറിയണം, അതിന് താനൊന്ന് സഹായിക്കണം. സൈബർ സെല്ലിൽ വിളിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നന്ദു ഒരു SA ആയതുകൊണ്ട് പിന്നീട് അതൊരു നാണക്കേടാവും, തനിക്കാവുമ്പം പ്രശ്നമില്ലല്ലോ, തനിക്ക് അവിടെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം എനിക്ക് പരിചയക്കാരുണ്ട് എന്ന് പറയുമ്പം, എന്നാൽ എത്രയും പെട്ടെന്ന് ആരെയാണ് നന്ദു വിളിച്ചത് എന്ന് എനിക്ക് അറിയണം, താനൊന്ന് കണ്ടുപിടിച്ചിട്ട് വാ എന്ന് പറയുന്നു. കണ്ടുപിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം നന്ദു അറിയുന്നുണ്ട് ഇങ്ങനെ വിളിക്കുന്നതൊക്കെ. അന്നേരം നന്ദു അനിയോട് പറയുവാണ്, അയാളിപ്പോൾ കുറേ തവണ വിളിച്ചു, എൻഗേജ്ഡ് ആകുമ്പം തന്നെ അയാൾക്ക് ദേഷ്യം വരും, അയാൾക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആരെയാണ് വിളിച്ചതെന്ന്, നിന്നെയാണെന്ന് അറിയട്ടെ, എന്നിട്ട് അയാൾ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ എന്ന് നന്ദു പറയുമ്പം അനി പറയുന്നുണ്ട്, അങ്ങനെ ഒഴിഞ്ഞു പോകാനായിരുന്നു എങ്കിൽ അയാൾ ഇതിനു മുമ്പേ ഒഴിഞ്ഞു പോയേനെ, ഇനി അങ്ങനെ നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അല്ലെങ്കിലും അയാൾ ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ആർക്ക് കണ്ടാലും ഇഷ്ടമൊക്കെ തോന്നും, അങ്ങനെ അത്രയ്ക്ക് പ്രശ്നമുള്ള ആളൊന്നും അല്ലല്ലോ, കാണാനും സുന്ദരനല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്കത് ഇഷ്ടപ്പെടില്ല. അനി ഫോൺ കട്ട് ചെയ്യും. അന്നേരം നന്ദു കുറച്ചേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് പിന്നെയും വിളിക്കും. അന്നേരം അനി പിന്നെയും ദേഷ്യപ്പെട്ട് കട്ട് ചെയ്യുവാണേ. അന്നേരം നന്ദു ഒരു വോയിസ് അയക്കുവാണ്, അനി ഞാൻ ഇപ്പോൾ വിളിക്കുമ്പോൾ നീ എടുത്തില്ലെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും വിളിക്കില്ല എന്ന്. അന്നേരം ആ വോയിസ് കിട്ടി കഴിയുമ്പോൾ പിന്നെ എനിക്ക് ആകെ വിഷമാവും. നന്ദു വിളിക്കുമ്പോൾ ഫോൺ എടുക്കും. അന്നേരം നന്ദു ചോദിക്കും, നീ എന്തിനാടാ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് പോയത് എന്ന് ചോദിക്കുമ്പം, പിന്നല്ലാണ്ട്
നീ അയാളെ പുകഴ്ത്തുന്നത് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. വേറെ ആരെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല, നിന്നെ വിവാഹം ആലോചിച്ച് വന്ന നിൻ്റെ മേലുദ്യോഗസ്ഥനെ അത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയും. അന്നേരം നന്ദി ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പം നീ എന്നെ സംശയിക്കുമല്ലോ എന്ന്. അന്നേരം സംശയിക്കും. നീ വേറെ ആരെയും അങ്ങനെ പുകഴ്ത്തി പറയുന്നത് എനിക്കിഷ്ടമല്ല, നിന്നെ ആര് വേണമെങ്കിലും പുകഴ്ത്തി പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ തിരിച്ചാവുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായെന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാണ്, നീ വേറെ ആരെയും പുകഴ്ത്തി പറയുന്നത് എനിക്കും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയും. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് CA പിന്നെയും വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അനിയോട് നന്ദു പറയുന്നുണ്ട്, എടാ അമ്മ സ്പൈ വർക്കൊക്കെ നടത്തും, ഇനിയിപ്പം പുറത്ത് നോക്കി നിൽപ്പുണ്ടോ വാതിലിൻ്റെ പുറകിലെങ്ങാനും എന്ന് അറിയില്ല, എന്നിട്ട് ഞാൻ ആരെ വിളിക്കുന്നത് എന്നൊക്കെ അമ്മ കണ്ടുപിടിക്കും ചിലപ്പം എന്ന് പറയുമ്പം അനി പറയുവാണ്, അങ്ങനെ അമ്മ കണ്ടുപിടിച്ചാലും രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം, നീ എൻ്റെ പേര് CI എന്ന് പറഞ്ഞങ്ങ് സേവ് ചെയ്യുക, അന്നേരം പിന്നെ പ്രശ്നമില്ലല്ലോ, ഫോൺ എടുത്ത് നോക്കിയാലും എന്ന് പറയും. അന്നേരം നന്ദു പറയുവാണ്, അതിന് കുഴപ്പമൊന്നുമില്ല, പിന്നെ പുറത്ത് വെച്ചപ്പോഴേലും അങ്ങേരെ കാണുമ്പോൾ മോളിന്നേലെ വിളിച്ചായിരുന്നു ഇല്ലേ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പം ഞാനീ ചെയ്തു തന്ന കളത്തരമാണെന്ന് അറിയില്ലേ, അപ്പോൾ അത് പിന്നെയും പ്രശ്നമാകില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് നേരാ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇതിനിടയ്ക്ക് പിന്നെയും കോള് വരുവാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, എടാ അതേ അയാൾ പിന്നെയും വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എങ്കിൽ നമുക്ക് ഫോൺ കട്ട് ചെയ്യേണ്ട, ഇന്ന് മൊത്തം അയാളെ വിളിച്ചങ്ങ് മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ തകർത്ത് വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഏതായാലും ഈ സമയം ആദർശം മുത്തശ്ശൻ്റെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ അനിയൻ്റെ മുഖത്തെ പാട് കണ്ടല്ലോ, എന്നിട്ട് നീ ആ CA പോയി കണ്ടോ, എന്നിട്ട് അയാളോട് പറഞ്ഞു ആ നന്ദുവിൻ്റെ പുറകെ ശല്യം ചെയ്തുകൊണ്ട് നടക്കുവാണെങ്കിൽ അനിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിക്കോ, പ്രശ്നമില്ല എന്ന് നീ അവന് CAയോട് പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശം ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുവാണേ. അന്നേരം മുത്തശ്ശൻ നയനോട് ചോദിക്കും, മോളെ അവൻ അങ്ങനെ അവിടെ പോയി പറഞ്ഞു എന്ന് ചോദിക്കുമ്പം ഇല്ല മുത്തശ്ശ, എനിക്കറിയില്ല, ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, ഞാനും നന്ദുവും കാറിൽ ഇരുന്നേ ഉള്ളൂ എന്ന് പറയും. അന്നേരം ആദർശ് പറയുവാണ്, ഞാൻ അയാളെ പോയി കണ്ടായിരുന്നു, ശരിക്കും ദേഷ്യം വന്ന് കൈ വെക്കണം എന്നൊക്കെ ഓർത്താണ് അങ്ങോട്ട് പോയത്, പക്ഷെ അവിടെ ചെന്ന് അയാൾ സംസാരിച്ചപ്പം എനിക്ക് തോന്നി അയാളുടെ ഭാഗത്തും ശരിയുണ്ട് എന്ന്. അയാളെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് നന്ദു, ആ നന്ദുവിൻ്റെ പുറകെ വേറൊരാൾ ശല്യം ചെയ്ത് നടന്നാൽ അയാൾക്കൊരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. പിന്നെ അതുകൊണ്ട് തന്നെ അന്നേരത്തെ ദേഷ്യത്തിന് അനിയെ തല്ലിപ്പോയതാണ്. പിന്നീട് മുത്തശ്ശൻ അവിടെ പോയി സംസാരിച്ചപ്പോൾ അയാൾക്ക് ആകെ കുറ്റബോധമായി, മുത്തശ്ശനെ അങ്ങോട്ട് വിളിപ്പിച്ചല്ലോ എന്നോർത്ത് മുത്തശ്ശൻ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് ഇവിടെ വന്ന് കാണാനായിരുന്നു അയാൾ ഇരുന്നത്. പിന്നെ എന്നോട് സംസാരിച്ചപ്പം അനിയെ തല്ലിയത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ, ബുദ്ധിമുട്ടായെങ്കിൽ എന്നെ വേണേൽ തല്ലിക്കോ എന്ന് വരെ അങ്ങേര് എന്നോട് പറഞ്ഞു. അത്രയും താന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത്, പിന്നെ ഇവൻ്റെ കയ്യിലും തെറ്റുണ്ട്, ഇവൻ എന്തിനാ നന്ദുവിൻ്റെ പുറകെ നടക്കാൻ പോകുന്നത്, അതുകൊണ്ടല്ലേ ഈ പ്രശ്നം മൊത്തം ഉണ്ടാകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരിയാ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ലായിരുന്നു ആ സമയത്ത്, അവൻ്റെ മുഖത്തെ പാട് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അന്നേരം അയാളോട് പോയി ഞാൻ സംസാരിച്ചു, നന്ദുവും ബാക്കി പോലീസുകാരും ഒക്കെ നിൽക്കുമ്പോഴാണ് ഞാൻ അയാളോട് സംസാരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു പോലീസ് ഓഫീസറിന് ഈഗോ അടിക്കാൻ ഇതൊക്കെ മതി, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അയാളൊരു മാന്യനായ വ്യക്തിയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നന്ദുവിന് ചേരുകയും ചെയ്യും, അതുകൊണ്ട് തന്നെ ഇവളുടെ വീട്ടുകാരും ആ വിവാഹം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിന് നന്ദു പച്ചക്കുടി കാണിക്കണം, നന്ദുവിന് താല്പര്യമാണോ എന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ അവളുടെ മനസ്സ് പറഞ്ഞ് മാറ്റി ആ വിവാഹം നടത്തണമെന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അതെങ്ങനെയാണെങ്കിലും ആ വിവാഹം നടക്കും, വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ നന്ദുവിനെ ഓർത്ത് അനി നടക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ, അന്നേരം അവൻ ബിസിനസ്സിലൊക്കെ ശ്രദ്ധിച്ചോളൂ എന്ന് പറയുവാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും അവൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു അപകടമായിരുന്നു അനാമിക, അവൾ ഏതായാലും ഒഴിഞ്ഞുപോയി, ഇനിയിപ്പം എങ്ങനെയാണെങ്കിലും പയ്യെ ഡിവോഴ്സ് കിട്ടുമെന്നും അവനറിയാം, അതുകൊണ്ടാണ് നന്ദുവിൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ അവൻ ശ്രമിക്കുന്നത്. അതേതായാലും നടക്കില്ല, അതിന് ഒരുപാട് കടമകളുണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അവനെയും പറഞ്ഞ് മനസ്സിലാക്കണം, അവനെ ബിസിനസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കണം, ഇനിയിപ്പം അവന് ചെറുപ്പമല്ലേ, ഒരു 3 വർഷം കഴിഞ്ഞ് ഇനി വേറൊരു വിവാഹത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചാൽ മതി, അതുവരെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവൻ നല്ലൊരു ബിസിനസ്മാൻ ആകട്ടെ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു. മുത്തശ്ശൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി കഴിയുമ്പോൾ ആദർശ് നയനോട് പറയുന്നുണ്ട്, മുത്തശ്ശൻ പറഞ്ഞത് കേട്ടല്ലോ, ഇനി നന്ദുവിൻ്റെ മനസ്സിൽ അനിയുണ്ടോ എന്നറിയണം, ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അതുണ്ടോ എന്ന് അറിയേണ്ട കാര്യമൊന്നുമില്ല, ഉണ്ട്, അതെങ്ങനെയെങ്കിലും ഞങ്ങൾ മാറ്റിയെടുത്തോളാം എന്നും പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. പിന്നെ താഴെ ജലജയും ജാനകിയും ദേവേനയും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. പരദൂഷണമാണ് മെയിൻ പരിപാടി ജലജയുടെ. അനിയെ കുറ്റം പറയുവാണ് സ്റ്റേഷനിൽ പോയതിനും തല്ലി മേടിച്ചതിനും ഒക്കെ. അന്നേരം ജാനകി പറയുന്നുണ്ട്, എന്ത് ചെയ്യാം, അവനെ ഉപദേശിച്ചിട്ട് നേരെയാകുന്നില്ല, ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതുപോലെ കേൾക്കും, എന്നിട്ടൊന്ന് ഉപദേശിച്ച് നേരെയാക്കുന്നില്ല എന്നൊക്കെ പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, അവനോട് പറയാനുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട്, ഇതിൽ കൂടുതലൊന്നും നടക്കുകയില്ല, അവൻ്റെ മനസ്സിൽ ഇപ്പം നന്ദുവാണ് ഉള്ളത്, അവളായിരുന്നു അവൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നത് എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ലായിരുന്നു എന്ന് പറയുമ്പം ജാനകിയുടെ സ്ഥിരം ആ ഭീഷണി അങ്ങ് വരുവാണ്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനങ്ങ് തൂങ്ങുമെന്ന് പറയില്ലേ, ആ ഡയലോഗ് പിന്നെയും പറയുന്നു. എന്തെങ്കിലും ആദർശം നയനയും കൂടെ അങ്ങോട്ട് വരുന്നു. അന്നേരം ആദർശിനോട് ജാനകി ചോദിക്കുന്നുണ്ട്, അവൻ്റെ മുഖത്തെ
പാട് നീ കണ്ടില്ലേ, അവനെ ഒന്ന് ഉപദേശിച്ച് നിനക്ക് നേരെയാക്കാൻ മേലേ, നിന്നെ അനുകരിച്ചല്ലേ അവൻ നടക്കാറുള്ളത്, നിനക്കൊന്ന് പറഞ്ഞ് ഉപദേശിച്ചാൽ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനെ അനുകരിക്കുന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയത് എന്ന് ജലജ പറയും. അന്നേരം ദേവേനി ചോദിക്കും അതിന് ആദർശന് എന്താ കുഴപ്പമെന്ന്. അയ്യോ ഏട്ടത്തിക്ക് ഞാനത് പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയല്ല, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അങ്ങനെ പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളും പലതും വിളിച്ചു പറയും. അന്നേരം ഇതുപോലെ അമ്മയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അപ്പച്ചിക്ക് വയ്യാതെയാകും, ബുദ്ധിമുട്ടാകും എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് കുറേ നാളായല്ലോ ഏതാണ്ട് പറയും എന്ന് പറയുന്നത്, അതങ്ങ് പറ, അന്നേരം ആ പ്രശ്നം അങ്ങ് തീരുമെന്ന് പറയുവാണ്. അന്നേരം ദേവേനി പറയുന്നുണ്ട് നിന്നെപ്പോലെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, പക്ഷെ അത് ഞങ്ങളുടെ ബലഹീനതയായി കാണരുത് എന്ന്. അന്തയ്ക്കും ജാനകി ഇതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം, എൻ്റെ മോൻ്റെ മോഹത്ത് പാട് വീണു, ആ പാട് മാറിയിട്ടില്ല, അത് അങ്ങനെ കിടക്കുവാണ്, അതുകൊണ്ട് തന്നെ അതിനൊരു പ്രശ്നം പരിഹാരം കാണണം, അവനിങ്ങനെ തല്ലുകൊള്ളി ആകാതെ അവനെ നേർവഴിക്ക് നയിക്കണം എന്നൊക്കെ പറയുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട് അത് നന്ദുവിൻ്റെ വിവാഹം കഴിയുന്നതോടുകൂടി ഏകദേശം ശരിയായിക്കോളൂന്ന്. അന്നേരം ആ വിവാഹം നടക്കുമോ എന്ന് ചോദിക്കുവാണ് ജാനകി. അന്നേരം ആ വിവാഹം ഞങ്ങൾ നടത്തും എന്ന് തന്നെ നയന പറയുന്നു. അന്നേരം ദേവേനി പറയുന്നുണ്ട് ഇനി നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, അകത്തേക്ക് പോകുന്ന. അവരങ്ങ് പോയി കഴിയുമ്പം ജലജ പറയുന്നുണ്ട് ആ വിവാഹം ചിലപ്പോൾ അവർ നടത്തും, പക്ഷെ അങ്ങനെ നടത്തുമ്പം നിന്റെ മോനെ ഇവിടെ കിടന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ദൈവത്തിന് അറിയാമെന്ന് ജലജ ജാനകിയോട് പറയുന്നുണ്ട്. ജാനകിക്ക് അത് കേൾക്കുമ്പോൾ വിഷമം, അനാമിക മോൾ അവിടെ ഇല്ലല്ലോ അതിൻ്റെ. പിന്നെയും കാണിക്കുന്ന ആ CA ആണ്. CAയുടെ അടുത്തോട്ട് ആ കോൺസ്റ്റബിൾ വരുന്നു, എന്നിട്ട് പറയുവാണ് സാറിൻ്റെ സംശയം പോലെ തന്നെ നന്ദു സാറ് വിളിച്ചത് ആ പയ്യനെയാണ്, അനിയെ തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും ഒരു തൊരപ്പൻ, അവന് ഒരു വിവാഹം കഴിച്ച് അതിൻ്റെ ബന്ധം അങ്ങ് വേർപ്പെടുത്തിയിട്ടില്ല, അന്നേരം വേറൊരുത്തി ശല്യം ചെയ്യാൻ നടക്കുവാണ്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന CA കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.